ഹായ് ഗൈസ്, ഐ എം മാധവ്. ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഒരു A24 പടമാണ്. ഞാൻ A24ൻ്റെ എല്ലാ പടമൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതെല്ലാം ഒരു യുണീക്ക് ടോപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ എനിക്ക് എന്താ പറയുക, പടം കണ്ടു കഴിഞ്ഞിട്ടും ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള അനുഭവം തന്നൊരു സിനിമയായിരുന്നു ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ പടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ ഈ പടം കണ്ടിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ സീൻ ബൈ സീന് അങ്ങനെയൊക്കെ അറിയാമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ഇതിൻ്റെ എൻഡിങ് എനിക്ക് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു തരിപ്പുണ്ട്. ആൻഡ് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൽ പറയുന്ന പല ഹിസ്റ്ററിനെ പറ്റി ഞാനൊന്ന് റീസെർച്ച് ചെയ്തു. കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, പിന്നെ ഞാൻ ട്രോമറ്റൈസ്ഡായി. അതായത് ഈ സിനിമയുടെ ഒരു 100% എനിക്ക് അപ്പോഴാണ് കിട്ടിയത്. അതായത് സിനിമ കാണുന്നതിന് മുമ്പ് ഇത് എന്താണെന്നൊരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു, എങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞ് എന്താ പറയുക, അതിന് ശേഷം അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ ഞാനത് മറക്കത്തില്ല. ആ ഒരു സിനിമ കണ്ട ആ ഒരു ടൈമോ അപ്പോൾ കിട്ടിയൊരു എന്താ പറയുക, ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയൊരു തരിപ്പുണ്ട്. അത് വേറെ തന്നെ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ദ ഫൈനൽ സൊല്യൂഷൻ എന്ന പേരിൽ ജർമ്മൻസ് ജൂയിഷ് പീപ്പിളിനെ എന്താ പറയുക, അതിക്രൂരമായിട്ട് കൊന്നൊടുക്കിയൊരു സംഭവമുണ്ട്. നമ്മുടെ മനുഷ്യരാശിയിൽ തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണത്. അതിനെ ബേസ് ചെയ്താണ് ഈ സിനിമ. ആൻഡ് ഈ സിനിമയിൽ അത് നേരിട്ട് കാണിക്കുന്നൊന്നുമില്ല, അവരെ കൊല്ലുന്നതും എന്താ പറയുക ഉപദ്രവിക്കുന്നതൊന്നും, പക്ഷേ സൗണ്ടാണ്. അതായത് 2 കോണ്ടെക്സ്റ്റിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഒന്ന്, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടെയാണ് ആളുകളെ എന്താ പറയുക മൃഗീയമായിട്ട് കൊല്ലുന്നതും കത്തിച്ച് കളയുന്നതൊക്കെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മനോഹരമായിട്ടുള്ള വീട്. ആ വീട് ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കമാൻഡർ ആയിട്ടുള്ള ആളുടെ വീടാണ്. അപ്പോൾ അവിടെ പുള്ളിയും പുള്ളിയുടെ ഭാര്യ, 6 മക്കൾ, 6 5 മക്കളുണ്ട്. അപ്പോൾ ഇവരിവിടെ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട്, അതായത് ഒരു റിച്ച് ഫാമിലി എങ്ങനെയാണോ അതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ പുള്ളി മക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭാര്യനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പക്ക ഫാമിലി മാനായിട്ട് ഇവിടെ താമസിക്കുന്നു. പക്ഷേ ഇവരുടെ വീടിൻ്റെ അപ്പുറത്ത് ഈ ആളുകളെല്ലാം കൊന്നുകൊണ്ടിരിക്കുക, ജൂയിഷ് പീപ്പിളിനെല്ലാം. അതും കുട്ടികളടക്കം എന്താ പറയുക, സ്ത്രീകളെയും അങ്ങനെ എല്ലാവരെയും അപ്പുറത്ത് അതിക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു. അതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത് ഈ പുള്ളിയാണ്. അപ്പോൾ ഈ 2 കോണ്ടെക്സ്റ്റാണ്. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു കുടുംബം, അപ്പുറത്ത് അതിക്രൂരമായിട്ടുള്ളൊരു എന്താ പറയുക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഈ സിനിമ എന്താ പറയുക, നമുക്ക് ഡിസ്റ്റർബിങ് ആവുന്നത് എങ്ങനെയാണെന്നറിയാം. നേരിട്ട് കാണിക്കുന്നൊന്നുമില്ല, അതായത് ആളുകൾ ഉപദ്രവിക്കുന്നതും കുട്ടികൾ ഉപദ്രവിക്കുന്നതും നേരിട്ട് കാണിക്കുന്നില്ല. പക്ഷേ സൗണ്ട്, അതായത് ഈ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണല്ലോ ഇതെല്ലാം നടക്കുന്നത്. സൗണ്ടിലൂടെയാണ് ഈ സാധനം മൊത്തം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ വിഷ്വലിനപ്പുറം, വിഷ്വൽ കാണിക്കുന്നതിലും ഭീകരമാണ് ആ സൗണ്ട്. കാരണം ഈ സിനിമയുടെ ഓഡിയോഗ്രാഫി എന്ന് പറയുന്നത് അതേപോലെ ലൈഫുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് അക്കാഡമി അവാർഡ് എന്തോ കിട്ടിയതാണ് ഓഡിയോഗ്രാഫിക്ക്. ഇതിൻ്റെ സിനിമയ്ക്കും കിട്ടിയിട്ടുണ്ട്. അമ്മാതിരി ഒരു ഓഡിയോഗ്രാഫിയാണ്. കാരണം അത് നമ്മളെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കും. കാരണം അവിടെ ആളുകൾ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നമുക്ക് ഈ സൗണ്ടിലൂടെ നമ്മൾ വിഷ്വൽ ചെയ്തെടുക്കും, അത് എത്രത്തോളം ഭീകരമാണെന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇമാജിനേഷൻ വരത്തില്ലേ, അത് സത്യം പറഞ്ഞാൽ ഒരു വിഷ്വലിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെയാണ് അപ്പുറത്ത്, ഈ മതിലിൻ്റെ അപ്പുറത്ത് നടക്കുന്ന ക്രൂരതകളെല്ലാം ആ ഒരു സൗണ്ട് ഫുള്ള് നമുക്ക് കേൾക്കാം. അതിൻ്റെ ആ സൗണ്ട് കേട്ട് നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുന്ന ഒരു വിഷ്വലൊക്കെ ഉണ്ട്. അവരനുഭവിക്കുന്ന ആ ഒരു വേദനയും, അത് എന്താ പറയുക, ഇതൊരു വിഷ്വലി കാണിക്കുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റിനേക്കാളും 10x അപ്പുറമാണ്. അതിന് ഓഡിയോഗ്രാഫി വഹിച്ചിരിക്കുന്ന പങ്ക് അത്രയും റിയലായിട്ട് എന്തോ നമുക്ക് നടക്കുന്നത് പോലെ നമുക്ക് കേൾക്കാം നമ്മുടെ അപ്പുറത്ത്. അതേപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്ന. അയ്യോ, അത് ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കുറേ കുട്ടികൾ അമ്മയെന്ന് വിളിക്കുന്നതും അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള വോയിസ് ഒക്കെ ഉണ്ട് അവിടെ. ഇത് യഥാർത്ഥത്തിൽ നടന്നതാണെന്നുള്ളതാണ് നമ്മൾ വേറെ രീതിയിൽ, കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്നതാണ്. അതിൻ്റെ ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക, അന്ന് അവരനുഭവിച്ചതും നമ്മളത് വിഷ്വലെടുക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. ഭയങ്കര ഒരു ഇൻറ്റൻസാണ് ഈ പരിപാടി. വിഷ്വൽ ഇല്ലാതെ തന്നെ ഇങ്ങനെ ആ ഒരു എത്രത്തോളം തീവ്രമായിട്ടാണ് അവരനുഭവിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ സിനിമയുടെ ഒരു ഹെവി പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യുന്ന കുറേ ഏരിയകളുണ്ട്. ഈ സൗണ്ട് മാത്രമേ ഉള്ളൂ, സൗണ്ട് വെച്ചിട്ടാണ് ആ ഫുൾ ഇൻറ്റൻസ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് അതിഭീകരമാണ് ഈ സിനിമയുടെ. പിന്നെ വിഷ്വലിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇതിൻ്റെ ഗ്രേഡിംഗ് ഒക്കെ ഈ സിനിമ ഡാർക്ക് ആണെങ്കിൽ ഇതിൻ്റെ ഗ്രേഡിംഗ് ഒക്കെ ഭയങ്കര ഫീൽ ഗുഡ് സിനിമയിൽ കാണുന്ന പോലുള്ള ഒരു ഗ്രീനി ആയിട്ടുള്ള ഭയങ്കര ബ്രൈറ്റഡ് ആയിട്ടുള്ള ഗ്രേഡിംഗ് ഒക്കെയാണ്. അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഈ സാധനം ഇവന്മാർ മേക്ക് ചെയ്തിരിക്കുന്നത്. വിഷ്വല് സ്റ്റാറ്റിക് ഷോട്ടൊക്കെ ഉണ്ട്. കുറെ കിട്ടിയ സ്റ്റാറ്റിക് ഷോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള. അല്ലെങ്കിൽ തന്നെ A24 പടത്തിലൊക്കെ സ്റ്റാറ്റിക് ഷോട്ട് അവരുടെ ഒരു എന്താ പറയുക, ഇവരുടെ മിക്ക പടത്തിലുണ്ട് സ്റ്റാറ്റിക് ഷോട്ട്. അതിൻ്റെ അതെനിക്കും അവർ ഇൻറ്റൻഷ്യലി വെക്കുന്നതായിരിക്കത്തില്ല, സംവിധായകൻ്റെ ചോയ്സ് തന്നെയാണെന്ന് തോന്നുന്നത്. ഈ പടത്തിൽ എനിക്കൊന്ന് കുറേ സ്റ്റാറ്റിക് ഷോട്ട് ഉണ്ട്. സ്റ്റാറ്റിക് ഷോട്ട് എല്ലാം തോന്നി ഈ പടത്തിൽ. മൂവ്മെൻറ്റ്സ് ഉള്ള ഷോട്ടൊക്കെ വളരെ കുറച്ചാണ്. അതിൻ്റെ ഓരോ ഷോട്ടിൻ്റെ ഇൻറ്റൻസൊക്കെ എന്താ പൂവൊക്കെ ഇങ്ങനെ കാണിക്കുന്ന, അതായത് പൂക്കൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക അപ്പുറത്തുള്ള അത് ഈ ക്യാമ്പിൽ നടക്കുന്ന സൗണ്ടൊക്കെ ഏൽപ്പിക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ട് ഇതിൽ. അയ്യോ, അത് സംവിധാനൻ്റെ വിഷൻ ഉണ്ടല്ലോ, അതായത് എത്രത്തോളം ഭീകരത നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും കാണിക്കാതെ തന്നെ അതിൻ്റെ പീക്കായിട്ടുള്ളൊരു സംഭവം നമുക്ക് ഈ പടത്തിൽ കിട്ടും. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇവർക്ക്, അതായത് നമ്മുടെ ഈ കമാൻഡിനും ഭാര്യയ്ക്കും മക്കൾക്കൊന്നും ഇതൊരു വിഷയമില്ല. അവർക്ക് എന്തോ ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റിങ് ആയിട്ടുള്ളൊരു സൗണ്ട് പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം ഇവർ നോർമൽ ലൈഫാണ്. അപ്പുറത്ത് ഇത്രയും ക്രൂരതകൾ മനുഷ്യരോട് ചെയ്യുന്നതെന്ന് ഇവർക്കൊരു വിഷയമല്ല. എന്താ പറയുക, അത് അവരെ ബാധിക്കുന്നേ ഇല്ല. അവർക്ക് ആ സ്ഥലത്ത് നിന്ന് പോരുന്നതാണ് ആക്ച്വലി. അങ്ങനെയാണ് അവരവിടെ താമസിക്കുന്നത്. ഇവരുടെ കുടുംബജീവിതം കണ്ടു കഴിഞ്ഞാൽ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. എനിക്ക് തോന്നുന്നു അത് ഉദ്ദേശിച്ചത് എനിക്ക് പടം കണ്ടപ്പോൾ എനിക്ക് അന്ന് കിട്ടിയതാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും ക്രൂരമായിട്ടുള്ള ആളുകളാണെന്ന് പറയത്തില്ല. നമ്മൾ പറയത്തില്ല ഈ കോട്ടിട്ട ചെന്നായി എന്നൊക്കെ പറയത്തില്ല. അതായത് പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ ഇയാളൊരു ക്രൂരനാണ് എന്ന് തോന്നുന്ന ആളുകളല്ല, മറിച്ച് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു പാവം അല്ലെങ്കിൽ ഒരു വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പോലെ തോന്നുന്ന മനുഷ്യർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രൂരതകൾ ചെയ്യുന്നത്. ഈ ജൂയിഷ് ആളുകളെ കൊന്നൊടുക്കുന്നത് എന്താ പറയുക പലതരം വിശ്വാസങ്ങളുടെയൊക്കെ പേരിലാണ്. അല്ലെങ്കിൽ അവർ കാരണമാണ് യുദ്ധം തോറ്റത് എന്നൊക്കെ പറഞ്ഞുള്ള കുറേ അന്ധവിശ്വാസങ്ങളുടെയും ഈ എന്താ പറയുക വംശീയമായിട്ടുള്ള കുറേ മണ്ടത്തരങ്ങളുടെയൊക്കെ പേരിലാണ് ഇവരെയൊക്കെ കൊന്നൊടുക്കുന്നത്. അത് അങ്ങനെ ചെയ്യുന്നത് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ആളുകളാണ് അതിനൊക്കെ എന്താ പറയുക നേതൃത്വം വഹിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ നമ്മൾ മാന്യനെന്ന് തോന്നുന്നവരുടെ ഉള്ളിലായിരിക്കും ഏറ്റവും വലിയ മൃഗങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു ഫിലോസഫിക്കൽ സൈഡൊക്കെ, അങ്ങനത്തെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമ നമ്മളോട് കൺവേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സംവിധായകൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈവൻ ആ കളർ ഗ്രേഡിങ്ങിൽ ഉൾപ്പെടെ എനിക്ക് അങ്ങനെ തോന്നി. കാരണം അത്രയും ഭംഗിയുള്ള വിഷ്വൽസാണ് ഇതിൻ്റെ. കാരണം മാത്രമല്ല മറ്റേ സൈഡ് കാണിക്കുന്നില്ല. ഈ മനോഹരമായിട്ടുള്ള ഫാമിലി തന്നെയാണ് ക്യാമറ ഫുള്ള് ഫോക്കസ്ഡ് ആകുന്നത്. ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഷോട്ടുകളൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. എല്ലാ ഷോട്ടുകളും ഭയങ്കര ബ്രൈറ്റഡ് ആയിട്ടുള്ള ഒരു സണ്ണി ഡേ എങ്ങനെയാണോ അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതിൽ വരെ എന്താ പറയുക ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുക എന്നൊക്കെ പറയത്തില്ല. അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് വെർഷനായിട്ടൊക്കെയാണ് ആ കളർ ഗ്രേഡിങ്ങും ആ ലൊക്കേഷൻസും ക്യാമറ ആംഗിൾസും ഫ്രെയിമും വരെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും മനോഹരമായ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ സൗണ്ടായിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കുന്നത് ഈ സിനിമ. അതായത് അത്രയും മനോഹരമായിട്ടുള്ളൊരു ഫാമിലിയിലേക്ക് നമ്മുടെ കണ്ണുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ചെവികളിലൂടെ കേൾപ്പിക്കുന്നതെല്ലാം വളരെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അപ്പുറത്ത് നടക്കുന്ന ക്രൂരതകളുടെ സൗണ്ടാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. ഈ സിനിമയുടെ ഒരു ഫ്രെയിമൊക്കെ നമ്മളൊരു പുറത്തുനിന്ന് ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളെ എടുത്ത് കാണുമ്പോൾ ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണെന്ന് തോന്നും. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിമുകളൊക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഡാർക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉള്ളതെന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ ഉള്ളിൽ വൈറ്റായിട്ട് നമുക്ക് തോന്നുന്ന മനുഷ്യരുടെ ഉള്ളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡാർക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു അങ്ങനത്തെ ഒരു ഇന്നർ ലെയറൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ എന്താ പറയുക, ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പക്ഷേ പടം തന്നൊരു തരിപ്പ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടാ. ഇറ്റ്സ് നോട്ട് ആൻ എൻ്റർടൈനിങ് മൂവി, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇതിൻ്റെ മേക്കേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധാനം. ഞാൻ ഇതിന് മുമ്പുള്ള പടമൊന്നും കണ്ടിട്ടില്ല, ഈ പടം കണ്ടിട്ടുള്ളൂ. ഈ സംവിധാനം ഉദ്ദേശിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതൊരു എൻ്റർടൈനിങ് അല്ല, ആളുകൾക്ക് എൻ്റർടൈനിങ്ങിന് വേണ്ടി എടുത്ത സിനിമയല്ല. ഇത് വേറൊരു ടൈപ്പ് ഒരു മാസ്റ്റർ പീസാണ്. എങ്ങനെയാണ് വിഷ്വലില്ലാതെ അല്ലെങ്കിൽ സൗണ്ടുകൾ കൊണ്ട് നമ്മുടെ ഉള്ളിലേക്കൊരു ഹൊറർ അനുഭവം, ഹൊറർ എന്ന് ഞാൻ പറയുന്നത് റിയൽ ഹൊററാണ്. അന്നത്തെ ആളുകൾ അനുഭവിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണ്. മേ ബി നമുക്കിപ്പോൾ ഉദാഹരണങ്ങളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ സിനിമകൾ പഠിപ്പിക്കത്തില്ലേ, അങ്ങനെയൊക്കെ ഓഡിയോഗ്രഫിയുടെ കാര്യത്തിലൊക്കെ പഠിപ്പിക്കാൻ പറ്റിയൊരു കിഡിലൻ എക്സാമ്പിളാണ് ഈ സാധനം. ഈ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സിനിമ അതിഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറയില്ലേ. നിങ്ങളിപ്പോൾ
ഇതെങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ ഇതെന്താണെന്നൊന്നും അറിയാതെ നമ്മൾ ഈ പടം കണ്ടാൽ നമുക്ക് ഈ സിനിമ അനങ്ങുന്നതായിട്ട് പോലും ഫീൽ ചെയ്യത്തില്ല. കാരണം A24 സിനിമകളിൽ പ്രത്യേകത വളരെ പതിയെ കഥ പറഞ്ഞു പോകുന്ന സിനിമകളാണ് A24 ഞാൻ കണ്ട എല്ലാ പടങ്ങളും. ആൻഡ് അതിൽ തന്നെ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് പോകുന്നൊരു സിനിമയാണത്. പക്ഷേ ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന സ്ലോ ആണത്. അതല്ലാതെ ഇങ്ങനെ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഒരു സ്ലോ ആക്കിയതല്ല, കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ലോ ആണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് അറിയാതെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമ അനങ്ങുന്നതായിട്ട് പോലും ഫീൽ ചെയ്യത്തില്ല. നേരെ മറിച്ച് ഈ സിനിമയിൽ എന്താണ് നടക്കുന്നതെന്ന് ചിലർക്ക് തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന കാര്യങ്ങളാണെന്ന്. പക്ഷേ അതറിയാത്ത ആളുകളാണ് സിനിമ കാണുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് ഈ പടം എങ്ങനെ ഏത് രീതി എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയും യുണീക്കായിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ പറയുന്ന വിഷയം അത്ര ഇൻറ്റൻസ് ആണ്. ഇന്നും ഇതിൻ്റെയൊക്കെ വേറൊരു ആൾട്ടർനേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ആളുകൾ എന്താ പറയുക, സാധാരണക്കാരായിട്ട് ആളുകളും കുട്ടികളൊക്കെ ഒരു കാരണമില്ലാതെ ഇന്നും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും മരിച്ചു വീഴുന്നുണ്ട്, നമുക്കറിയാലോ. അപ്പോൾ ഒരിക്കൽ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എല്ലാത്തിനെ പറ്റി നമ്മൾ ആലോചിക്കും. അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾ ഇന്നായിക്കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യത്തിനെ പറ്റി ഒരു മുൻധാരണ എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ഫുൾ കഥ അറിഞ്ഞിരിക്കണമെന്നല്ല, എന്താണ് സിനിമയിലൂടെ കാണിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ധാരണയായിട്ട് നിങ്ങൾ കണ്ട് ആൻഡ് ഈ സിനിമയുടെ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾ ഇന്നായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അത് ഭയങ്കര ഹോണ്ടിങ് ആയിരിക്കും. അത് ഭയങ്കര എൻ്റർടൈനിങ് ആയിരിക്കും ഞാൻ പറഞ്ഞില്ല. സിനിമ നമ്മൾ കാണുന്ന എൻ്റർടൈനിങ് ആണല്ലോ, പക്ഷേ ഈ സിനിമകൾ ഇത്തരം സിനിമകൾ ഭയങ്കര ഹോണ്ടിങ് ആണ്. അത് നമ്മളെ മറ്റു പല തിരിച്ചറിവുകളിലേക്കോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലേക്കും നമ്മളെന്താ പറയുക കൊണ്ടുപോകും. നമ്മൾ അവരുടെ വേദനയിലേക്ക് നമ്മൾ സിനിമ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. ഇതിൽ തന്നെ ചില സീനുകളൊക്കെ കാണിക്കുമ്പോൾ എന്താ പറയുക, അടുത്ത സീനിലേക്ക് കട്ട് ചെയ്യും. അതായത് ഒരു സീനിൽ അപ്പുറത്ത് ആളുകൾ മരിക്കുന്നൊരു സൗണ്ടൊക്കെ ഇപ്പിച്ചിട്ട് അടുത്ത സീനിൽ ആ സൗണ്ടൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഒരു വൈഡ് ഒരു ഔട്ട്ഡോർ ഷോട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിലൊരു ഫോഗ് അല്ലെങ്കിൽ ഒരു മഞ്ഞ് ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പോലെ ആ സീനും അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു സംഭവം നമുക്കിങ്ങനെ മൈൻഡിൽ വിഷ്വലായിട്ട് ഇങ്ങനെ കിടക്കും മനസ്സിൽ. അതായത് വേറെ ഷോട്ടിലേക്ക് കട്ട് ചെയ്തവർ ആ സൗണ്ടൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഷോട്ടിലുള്ള സൗണ്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ആ സൗണ്ട് കൊടുത്തിൽ ആ മനുഷ്യരുടെ മുഖവും അവരുടെ എക്സ്പ്രഷനൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫോഗ് പോലെ ഇങ്ങനെ തങ്ങി നിൽക്കും. നെക്സ്റ്റ് ഷോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് വിട്ട് മാറാൻ കുറച്ച് സമയമെടുക്കും. കാരണം അത്രയും ഇൻറ്റൻസ് ആണ് സിനിമ. അതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നൊരു സ്റ്റൈലുണ്ട്. അതിലേക്ക് ഇന്നായി ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളൊരു ഇതും കൂടെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഏതൊരു പ്രേക്ഷകനും ഞാൻ വിശ്വസിക്കുന്ന ഈ സിനിമ കൊടുക്കുന്നൊരു അനുഭവം അത് അയാൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും. ഇത് നമ്മളിലേക്ക് എപ്പോഴും എത്തുന്ന ടൈപ്പ് ഒരു സിനിമയല്ല ഇത്തരം സിനിമകൾ. ചിലപ്പോൾ ഈ ഒരു ബേസ് വെച്ച് ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു സംഭവത്തെ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തൊരു ഇത്തരം സിനിമകൾ ഈ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള സിനിമകൾ നമ്മളിലേക്ക് എപ്പോഴും എത്തത്തില്ല, അത് ഇത്ര എഫക്റ്റീവില്. അതുകൊണ്ട് തന്നെ ഈ പടം ഒരു ആബ്സല്യൂട്ട് മാസ്റ്റർ പീസ് തന്നെയാണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. എന്താ പറയുക, നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് കാര്യങ്ങൾ പറയുക. അല്ലെങ്കിൽ നിങ്ങളെ ഈ പടം എത്രത്തോളം ഹോണ്ട് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ഇടുക. ആൻഡ് ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ കോണ്ടെക്സ്റ്റ് ഇതാണ്. സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സ്റ്റൈലല്ല, നമ്മളിതുവരെ കണ്ടിട്ടുള്ളൊരു കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റൈലുള്ളൊരു മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ പേസിങ്ങോ അല്ല പടത്തിൻ്റെ. A24 പടമാണ്. അതുകൊണ്ട് തന്നെ ആ പടത്തിന് ഒരു യുണീക്ക് സ്റ്റൈലുണ്ട്. അതല്ലാതെ സംവിധായകൻ്റെ ഭാഗത്തുനിന്നുള്ള എക്സ്ട്രീം ആയിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈൽ സിനിമക്കുണ്ട്. അതൊക്കെ അതിലേക്ക് നിങ്ങൾ ഇന്നായിക്കഴിഞ്ഞാൽ ഈ പടം എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും. ഓക്കെ, ഞാനിനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാൻ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഓർമ്മയും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം.